ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ള തന്റെ ജനതയോട് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ആ പ്രഖ്യാപനത്തിന് പിന്നാലെ ലബനാന് നേരെ ആക്രമണം വീണ്ടും നടത്തി ഇസ്രായേൽ. തെക്കൻ ലബനാന് നേരെയാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയത്. 52 ആക്രമണങ്ങൾ തെക്കൻ ലബനാനിൽ മാത്രം നടത്തി എന്നാണ് ഇസ്രായേൽ വാർത്താ ഏജൻസി റിപ്പോർട്ട് അവകാശപ്പെടുന്നത്. ഹിസ്ബുള്ള മേധാവിയുടെ അഭിസംബോധനയ്ക്ക് ഇടയിലാണ് ആക്രമണം ഉണ്ടായതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ ആക്രമണത്തിൽ തരിച്ചിരിക്കാൻ ഹിസ്ബുള്ള തയ്യാറായില്ല. ഇസ്രായേൽ ആക്രമണത്തിന് ഉടനടി തന്നെ ഹിസ്ബുള്ള മറുപടി നൽകി. ഇസ്രായേലിന്റെ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമിട്ടായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം. 17 ആക്രമണങ്ങളാണ് മേഖലയിൽ ഹിസ്ബുള്ള നടത്തിയത്. വെള്ളിയാഴ്ച രാവിലെയും മേഖലയിൽ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. പേജർ വാക്കി ടോക്കി ആക്രമണങ്ങൾ കൂട്ടക്കൊലയാണെന്നും ഭീകരപ്രവർത്തനമാണെന്നും ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള വ്യക്തമാക്കി. ലബനാന്റെ പരമാധികാരത്തിനും ജനങ്ങൾക്കുമെതിരായ യുദ്ധപ്രഖ്യാപനമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. പൊട്ടിത്തെറികളെ കുറിച്ച് അന്വേഷിക്കാൻ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. മിനിറ്റുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്താനാണ് ഇസ്രായേൽ ശ്രമിച്ചത്. പല പേജറുകളും പ്രവർത്തിക്കാത്തതിനാലും സ്വിച്ച് ഓഫ് ആയതിനാലുമാണ് അങ്ങനെ സംഭവിക്കാതിരുന്നത്. ലബനാനിലെ ജനങ്ങൾ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. യുദ്ധം ഇസ്രായേലിനും ഹിസ്ബുള്ളക്കും പരിഹാരമല്ല. 3000-ഓളം പേജറുകൾ പൊട്ടിത്തെറിച്ച് 12 പേരാണ് ലബനാനിൽ മരിച്ചത്. 3000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന് പിന്നാലെ ലബനാനിലുണ്ടായ വാക്കി ടോക്കി പൊട്ടിത്തെറിയിൽ മരണം 20ആയി. 450 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലബനാൻ തലസ്ഥാനമായ ബൈറൂത്തിലെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലും വൈക്ക മേഖലയിലുമാണ് വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചത്. എത്ര എണ്ണം പൊട്ടിത്തെറിച്ചു എന്നതടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ അറിവായിട്ടില്ല എന്നാണ് ലബനാൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്.